കടലോരത്ത് താമസിക്കുന്നവരുടെ പുനരധിവാസത്തിനായി തൃശൂർ തളിക്കുളം പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകിയ വീടുകൾ ചോർന്നൊലിക്കുന്നു. ഭൂരിഭാഗം വീടുകളും പൊട്ടിപ്പൊളിഞ്ഞ് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പരാതിയുമായി ജില്ലാ ഭരണകൂടത്തെയും പഞ്ചായത്തിനെയും പലതവണ സമീപിച്ചെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. 12 വർഷങ്ങൾക്ക് മുമ്പാണ് 40ഓളം വീടുകളിൽ തീരദേശത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നത്. അംഗവൈകല്യമുള്ളവർ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ, വിധവകൾ തുടങ്ങി ഏറെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ളവരാണ് ഇവിടെ താമസിക്കുന്നവരിൽ ഏറെയും. മഴ കനത്ത വേളയിൽ വെള്ളം മുഴുവൻ വീടിനകത്താകും. ഇവിടെ ഈ ഹാളിലൊക്കെ ചോരുന്നുണ്ട്. വെള്ളം കെട്ടി നിന്നാൽ അകത്തേക്ക് നന്നായി വെള്ളം വരും. പിന്നെ ഇവിടെ പഞ്ചായത്തിലൊക്കെ പോയി പറഞ്ഞാൽ കളക്ടറേറ്റിലാണെന്നാ പറയുന്നത്. മഴ പെയ്യുമ്പോൾ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഹരത്ത് പിടിക്കുകയും ചെയ്യുന്ന ഇങ്ങനെ കബിപ്പൊത്തിരി പൊട്ടിത്തെറിക്കുന്ന പോലെ വെള്ളം ഇങ്ങനെ ആകെ ചുമരോളൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ചാറൽ മഴ പെയ്താൽ മതി വീടിൻ്റെ ഉള്ളിൽ വെള്ളം. ഞങ്ങൾ ചോലും കോരിയായിട്ട് ഇങ്ങനെ ബക്കറ്റായിട്ട് നടക്കണം കോരി ഒഴിക്കാനായിട്ട്. 13 വർഷമായിട്ടും ഇങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി ജില്ലാ ഭരണകൂടത്തെ പലതവണ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്ന് വാർഡ് മെമ്പർ ഷാജു പറയുന്നു. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കളക്ടറേറ്റിൽ പോലും നമ്മൾ 1-2 പ്രാവശ്യം സംസാരിച്ചതാണ്. പക്ഷേ അതിനുള്ള ഇത് ചെയ്തിട്ടില്ല. ഇനിയും നമ്മൾ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കളക്ടറേറ്റ് നേരിട്ട് പോയിട്ട് സംസാരിക്കാനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടാത്ത ഒരേ ഒരു പുനരധിവാസ സ്ഥലമാണ് നമ്മുടെ ഈ സ്ഥലം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ദുരിതം നിറഞ്ഞ തീരദേശത്തെ ജീവിതാവസ്ഥയിൽ നിന്നും രക്ഷ തേടി പുതിയ വാസസ്ഥലത്തെത്തി വർഷങ്ങൾ പിന്നിടുമ്പോൾ കൂടുതൽ ദുരിതപൂർണമാവുകയാണ് ഇവരുടെ ജീവിതം. റിപ്പോർട്ടർ, തൃശൂർ.